الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حاميم تنزيل الكتاب من الله العزيز العليم غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം അൽ ഗാഫിർ എന്നും അൽ മുഅ്മിൻ എന്നും രണ്ട് പേരുകളിൽ അറിയപ്പെടുന്ന അധ്യായമാണ്. അതിലെ ഏറ്റവും ആദ്യത്തെ 3 വചനങ്ങളാണ് ഞാൻ ഓതിക്കേൾപ്പിച്ചത്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും സർവജ്ഞനുമായ അല്ലാഹുവിൽ നിന്നുള്ളതാകുന്നു. ഗാഫിരിദ്ദം, അവൻ പാപം പൊറുക്കുന്നവനാണ്. വഖാബിലിത് തൗബ്, അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ശദീദിൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ദിത്തൗൽ, വിപുലമായ കഴിവുകളുള്ളവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെയില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്ക് മാത്രമാണ് എല്ലാവരുടെയും മടക്കം. ഇതാണ് ഇതിന്റെ അർത്ഥം. ഈ രണ്ടാമത്തെ വചനം എന്ന വചനം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് തെറ്റിലേക്ക് വ്യതിചലിച്ചു പോയ ഒരു മനുഷ്യന് ഈ വചനം കുറിച്ചയക്കുകയും ഒരു കത്തിൽ എഴുതി അത് കൊടുത്തയക്കുകയും ഇത് ആവർത്തിച്ച് വായിച്ച് ആ മനുഷ്യൻ ആ തെറ്റിൽ നിന്ന് മാറുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിച്ചു കിട്ടിയതിന് ശേഷം എത്രയോ വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. ആ ഭരണകാലത്ത് എപ്പോഴും അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന
സിറിയയിൽ നിന്നുള്ള ഒരു മഹാനായ വ്യക്തി എന്ന് തന്നെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ സദസ്സിൽ സദാ ഉണ്ടാകുമായിരുന്നു. ഇടയ്ക്ക് കുറച്ചു കാലമായി കാണാതെയായി. സ്വാഭാവികമായും അന്വേഷിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കിട്ടിയ മറുപടി, അദ്ദേഹം മദ്യപാനി ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്ന് പറഞ്ഞു. സദസ്സിലുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ മറുപടി അതാണ്. ഇന്ന ആളെവിടെയെന്ന് ചോദിച്ചപ്പോൾ, കുറെ കാലമായല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ. എന്നാൽ അമീറുൽ മുഅ്മിനീനാണ്, ഭരണാധികാരിയാണ്, എല്ലാവരും ഞെട്ടലോടെ കേൾക്കുന്ന പേരാണ്. ഇതൊക്കെ നമുക്കറിയാം. അവൻ എന്റെ മുന്നിൽ ഹാജരാക്കുക, ചാട്ടവാർ ഇങ്ങോട്ട് കൊണ്ടുപോവാ, കൊടുക്കടി എന്ന് പറയുകയല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. മറിച്ച് അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്തിന്റെ തുടക്കം മിൻ ഉമർ ഇബ്നുൽ ഖത്താബ് അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് غافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. ഇതാണ് കത്ത്. അദ്ദേഹത്തിന് സലാം പറയുന്നു, അള്ളാഹുവിന് സ്തുതി പറയുന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു, അവന്റെ ശിക്ഷയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, അവന്റെ അടുക്കലേക്കല്ലാതെ മടക്കമില്ല എന്ന് ഉണർത്തുന്നു. ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന കത്ത് ഒരാളെന്റെ കൈവശം ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതുമായി നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോകണം. പോയിട്ട് ബോധം നന്നായി തെളിയുന്ന സമയത്ത് വേണം ഈ കത്ത് കൊടുക്കണം. ഈ പറഞ്ഞ വാചകം ഇതാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിൽ കൊടുക്കരുത്. ബോധം നല്ലപോലെ തെളിയുന്ന സമയത്ത് ഇത് അദ്ദേഹത്തെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ ആള് പോയി ഈ കത്ത് ഏൽപ്പിച്ചു. അദ്ദേഹം അർത്ഥമൊന്നും ആരും പറഞ്ഞു കൊടുക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കത്ത് കൊടുത്തയച്ചതിന് ശേഷം തന്റെ മുമ്പിൽ ഇരിക്കുന്ന സദസ്യരോട് പറഞ്ഞു, നിങ്ങളുടെ ആ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം, മാപ്പിരക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം നിങ്ങൾ എന്ന് സദസ്യരോട് പറഞ്ഞു. കത്ത് കൊണ്ടുപോയി കൊടുത്തു. പല ആവർത്തി വായിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എനിക്കൊരു കത്തയച്ചിരിക്കുന്നു. ആ കത്തില് അള്ളാഹു പാപം പൊറുക്കുന്നവനാണെന്ന് ഉണർത്തിയിരിക്കുന്നു, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം അള്ളാഹുവിന്റെ കഠിന ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകിയിരിക്കുന്നു. അവന്റെ അടുക്കലേക്കാണ് മടങ്ങിയെത്തേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് വായിച്ച് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തെറ്റിൽ നിന്ന് അദ്ദേഹം അകന്നു. ആ തെറ്റിൽ നിന്ന് അകന്നതിന് ശേഷം ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച ഒരു നിർദ്ദേശമുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു സഹോദരൻ നന്മയിൽ നിന്ന് വ്യതിചലിക്കുകയോ അയാൾക്ക് വീഴ്ച സംഭവിക്കുകയോ ചെയ്താൽ അയാളെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുക, അദ്ദേഹത്തെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുക, അയാളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക. ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ പിശാചിന് എറിഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ സഹോദരന്മാരും സഹായികളുമാകരുത്. ഇതായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. മനുഷ്യൻ മഅ്സൂമല്ല, പ്രവാചകന്മാർ മഅ്സൂമുകളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണോ? പാപങ്ങൾ ചെയ്യും, ചിലപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ മനുഷ്യരിലുണ്ട്. അതും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ഫാത്തിറിലെ
32-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഈ സുമ്മ ഔറത്തിനൽ കിതാബ് അല്ലദി ഇസ്തഫൈനാ മിൻ ഇബാദിനാ, ഖുർആനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയാണ്, പിന്നെ വേദഗ്രന്ഥങ്ങൾ നമ്മൾ നമ്മുടെ ദാസന്മാർക്ക് നാം അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അനന്തരമാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ വേദഗ്രന്ഥത്തോടുള്ള സമീപനം, ആ പ്രവാചകന്മാരുടെ അനുയായികളിൽ നിന്നുണ്ടായ സമീപനം, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അതിക്രമം കാണിച്ച് തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർ അവരിലുണ്ട്. വമിൻഹും മുഖ്തസിദ്, മധ്യ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്, ഒരു മിതത്വം പാലിച്ച് ജീവിക്കുന്നവരുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നന്മകളിൽ മത്സരിച്ചു മുന്നേറുന്നവരുണ്ട്. ദാലിക്കൽ ഫദ്ലുൽ കബീർ, അതാണ് മഹത്തായ അനുഗ്രഹം എന്ന് പറയുന്നു. ഇവിടെ നമ്മുടെയൊക്കെ 3 തരം ആൾക്കാരെ പരിചയപ്പെടുത്തിയതായിരുന്നു. ഇതിൽ ആദ്യം പറഞ്ഞത് ആലിമുൽ നഫ്സിഹി എന്ന് പറഞ്ഞവരോടുള്ള മനോഭാവം പഠിപ്പിച്ചു തരികയാണ് സത്യത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതായത് തെറ്റിൽ വീണുപോകുന്നവനെ തെറ്റിൽ മുക്കി താഴ്ത്തുകയല്ല വേണ്ടത്, അതിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ചേർത്ത് നിർത്തുകയും അവന്റെ തെറ്റ് ബോധ്യപ്പെടുത്തുകയും എന്നിട്ട് അവൻ ആ നന്മയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അള്ളാഹുവിനോട് തേടുകയും ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത് എന്നാണ് ഇതിന്റെ സാരം. തന്നെയുമല്ല, എല്ലാ മനുഷ്യരിലും നന്മയുമുണ്ട് തിന്മയുമുണ്ട്. നന്മകളോടുള്ള താല്പര്യവും തെറ്റുകുറ്റങ്ങൾ ചെയ്യാനുള്ള അഭിവാഞ്ചയും മനുഷ്യരിലുണ്ട്. ഇതിൽ ഒന്ന് മറ്റൊന്നിനെ അധീനപ്പെടുത്തി കഴിയുമ്പോൾ സാഹചര്യത്തിനനുസരിച്ച് അവൻ അതിൽ വീണുപോകും. ചിലപ്പോൾ നന്മയായിരിക്കും അത് ജയിച്ചു വരിക, അപ്പം തെറ്റിപ്പോവുകയില്ല. ചിലപ്പോൾ തിന്മയായിരിക്കും അത് ജയിച്ചു വരിക, അപ്പൊ തെറ്റിൽ വീണുപോകും. ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം. അതുകൊണ്ട് ഒരാളെ അങ്ങോട്ട് തള്ളിക്കളഞ്ഞിട്ട്, ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴേക്കും അയാളെ പൂർണ്ണമായും അങ്ങോട്ട് തള്ളിക്കളഞ്ഞ് വേണ്ടി വന്നാൽ അവന് നരകത്തിന്റെ ചീട്ടും കൊടുത്തായിരിക്കും പിന്നെ നമ്മളുടെ ജീവിതം. അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ സംഭവം എന്ന് ഓർക്കുക. ഇനിയുമുണ്ട് നിരവധി സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മനുഷ്യനാണോ തെറ്റ് ചെയ്യും, ആ തെറ്റ് ചെയ്യുന്ന മനുഷ്യരിൽ ഏറ്റവും ഉത്തമനാരാ? ഖേദിച്ച് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവരാണെന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ ഫാക്ട്. ഒരിക്കൽ ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഒരു സംഭവം ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുമായിരുന്നു. അദ്ദേഹത്തെ പ്രവാചകൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. കാരണം ഏറ്റവും ഗൗരവമുള്ള സന്ദർഭങ്ങളിൽ, പ്രയാസകരമായ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും രസങ്ങൾ ഫലിതങ്ങൾ പറഞ്ഞ് ചിരിപ്പിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിനുമുണ്ടായി ഈ പറയുന്ന സ്വഭാവം, അല്പം മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായി. അദ്ദേഹത്തെ മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ ശിക്ഷ നൽകി കഴിഞ്ഞതിന് ശേഷം പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മൽ അൻഹു മാ അക്സറ മാ യുതാബി, ഇതെന്തൊരു മനുഷ്യനാണിവൻ, അള്ളാഹു അവനെ ശപിക്കട്ടെ, എത്ര തവണയാണ് ഈ തല്ലുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റ് ചെയ്തതിന് വേണ്ടി എന്ന് ഒരാൾ ഇദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയപ്പോൾ പ്രവാചകൻ അത് കേട്ടിട്ട് പറഞ്ഞു, ലാ തൽഅനുഹു, അവനെ നിങ്ങൾ ശപിക്കരുത്. ഫവല്ലാഹി മാ അലിംത അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, നിനക്കറിയില്ല അവൻ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നവനാണ് എന്ന വിവരം നിനക്കറിയില്ല എന്ന് ഓർമ്മിപ്പിച്ച സംഭവവും നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പൊ തെറ്റുകൾ ചെയ്യുന്നവരെ വെറുക്കുകയും ശപിക്കുകയുമല്ല വേണ്ടത്, പ്രത്യേക ശ്രദ്ധയും പരിഗണനയും നൽകി തെറ്റിൽ വീണുപോയവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ്. അതാണ് ആ വാഫിരിൽ തമ്പി ഖാബിലി തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ എന്ന വാക്ക് ആ മനുഷ്യന്റെ
മുമ്പിലേക്ക് കിട്ടിയപ്പോഴേക്കും ആ തെറ്റിൽ നിന്ന് മാറാൻ ചിലപ്പോൾ എനിക്കോ നിങ്ങൾക്കോ നമുക്കാർക്കോ നടന്നുകൊള്ളണമെന്നൊന്നും ഇല്ലത്. ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അർബഉൻ മിൻ ഹുഖൂഖിൽ മുസ്ലിമീന അലൈക, നിന്നിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ട 4 അവകാശങ്ങളുണ്ട്. ഒന്ന്, അൻ തുഈന മുഹ്സിനഹും, അതിൽ നന്മ ചെയ്യുന്നവരെ സഹായിക്കുക. വഅൻ തസ്തഗ്ഫിറ ലിമുദ്നിബിഹിം, തെറ്റ് ചെയ്യുന്നവന് വേണ്ടി പാപമോചനം തേടുക. വഅൻ തദ്ഉവ ലിമുദ്ബിരിഹിം, യാഥാർത്ഥ്യത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ഒക്കെ പിന്തിരിഞ്ഞു പോകുന്നവർക്ക് ആ സത്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വഅൻ തുഹിബ്ബ തായിബഹും, തെറ്റ് ചെയ്തിട്ട് ഖേദിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുക. ഇത് 4 മുസ്ലിമീങ്ങൾക്ക് നിന്നിൽ നിന്ന് കിട്ടേണ്ട ബാധ്യതയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നു. തെറ്റുകുറ്റങ്ങൾ പെരുകുകയും അധാർമികതകൾ അരങ്ങു തകർക്കുകയും ജീർണതകൾ കൂലം കുത്തി ഒഴുകുകയും ചെയ്യുന്ന ഇക്കാലത്ത്, പ്രത്യേകിച്ച് ഇക്കാലത്ത് നാം സ്വീകരിക്കേണ്ട ഗുണകാംക്ഷയുടെ നിലപാടാണ് ഇവിടെ പറഞ്ഞത്. ഈ നിലപാടാണ് മനുഷ്യരെ നന്മയിലേക്ക് കൂടുതൽ തിരിച്ചു കൊണ്ടുപോകുവാനും നന്മയിൽ ഉറപ്പിച്ചു നിർത്താനും തെറ്റുകളിൽ നിന്ന് അകറ്റി നിർത്താനും ഒക്കെ വഴിയൊരുക്കുന്നത് എന്ന് എത്ര വേഗം നാം മനസ്സിലാക്കുന്നുവോ അത്ര അത് ഉപകാരപ്പെടും. നമ്മളുടെ ബാധ്യതയാണ് എന്ത്? അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും. ആ അംറും ബിൽ മഅറൂഫും നഹ്യുൻ അനിൽ മുൻകറും ഫലവത്താകാൻ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷയും പ്രാർത്ഥനാ നിർഭരമായ മനസ്സും ഒരാളെ ചളിക്കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന അടങ്ങാത്ത ആഗ്രഹവും എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോൾ അത് സംഭവിച്ചിരിക്കും. അതല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ അധികാരം നമ്മൾ കയ്യിലെടുക്കരുത്. അള്ളാഹുവിന്റെ അധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട 2 ആളുകളുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം ഉദ്ധരിക്കുന്നത്. അത് 2 സഹോദരന്മാർ, അതിൽ ഒരാൾ ആരാധനയിൽ മുഴുകി ജീവിക്കുന്നവൻ, മറ്റൊരാൾ തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവൻ. ആരാധനകളിൽ മുഴുകി ജീവിക്കുന്ന നന്മയെ കുറിച്ച് നന്നായി അറിയാവുന്ന ആൾ ഈ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരനോട് പല പ്രാവശ്യം ഇത് നീ ഒന്ന് നിർത്ത്, മതിയാക്ക്, മാറ്, വിട്ടുനിൽക്ക് എന്നൊക്കെ ആവർത്തിച്ചുണർത്താറുണ്ട്. പക്ഷെ ആ മനുഷ്യൻ കുറെ കേട്ട്, ഇയാളുടെ ഉപദേശങ്ങൾ കുറെ കേട്ട്, ആ ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നു. നമ്മളൊക്കെ ചിലപ്പോൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ, നീ പോയി നിന്റെ പണി നോക്ക്, ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ളതല്ലേ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മലയാളത്തിൽ പറയുന്ന ആ വാചകം ആ മനുഷ്യൻ അറബിയിൽ പറഞ്ഞു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ആ മനുഷ്യൻ അറബിയിൽ പറഞ്ഞു ഇതേ ആശയം. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന് ഇത്തിരി വിഷമമായി. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നീ സ്വർഗത്തിൽ പോകൂല, ഒരിക്കലും നീ സ്വർഗത്തിൽ പോകൂല. ആ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞതാണ്, അള്ളാഹു നിനക്ക് പുറത്തു തരാനും പോണില്ല, നീ സ്വർഗത്തിലും പോകൂല എന്ന് പറഞ്ഞ് അങ്ങനെ 2 ആളും മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം 2 ആളും റബ്ബുൽ ആലമീന്റെ അടുക്കൽ വരികയാണ്. ആ സന്ദർഭത്തിൽ ഈ ആരാധനകളിൽ മുഴുകി ജീവിച്ചിരുന്ന ആളോട് അള്ളാഹു ചോദിക്കുന്നു, നീയാണോ എന്നെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്നവൻ? എന്റെ അധികാരത്തിൽ കൈകടത്താൻ നിനക്കെന്ത് അവകാശം? ഈ 2 ചോദ്യം ചോദിച്ചുകൊണ്ട് അള്ളാഹു കുറ്റവാളിയായ മനുഷ്യനോട് പറയുന്നു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മതി, പോ, എന്റെ റഹ്മത്ത് കൊണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇക്കാലം അത്രയും നന്മകളിൽ മുഴുകി ജീവിച്ച ആ മനുഷ്യനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നത് ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരൊറ്റ വാക്ക്, ആ വാക്ക് എന്താണ്? നമുക്ക് പറയാൻ അവകാശമില്ലാത്ത വാക്ക്.
നമുക്ക് എന്ത് അവകാശമാണുള്ളത് മറ്റുള്ളവർ നരകത്തിലാണെന്ന് പറയാൻ? അതിന്റെ അർത്ഥം എന്താ? വിശദീകരിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച്. അവൻ നരകത്തിലാണ്, അവന് സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വർഗത്തിലാണ്, എനിക്ക് സ്വർഗം, ഞാൻ നരകത്തിൽ പോകൂല, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഞാൻ സ്വയം അഹങ്കരിക്കുകയാണ്. ആ അഹങ്കാരത്തിനാണ് അള്ളാഹുവിന്റെ ശിക്ഷ. അത് നമുക്ക് അവകാശമില്ല. തന്നെയുമല്ല, ഒരു മനുഷ്യന്റെ അവസാന ശ്വാസം, അവന്റെ അവസാന നിമിഷം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ജീവിതകാലം മുഴുവനും നന്മകൾ ചെയ്തിട്ട് അവസാനം അള്ളാഹുവിന് അതൃപ്തിയുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നാലുള്ള സ്ഥിതി എന്താ? പിന്നെ എങ്ങനെയാ നമ്മൾ ഇതൊക്കെ കയ്യിലെടുക്കാൻ നമുക്ക് കഴിയുക? വല്ലാത്ത പാഠമുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെടുത്തിയ വാക്കാണ് അയാൾ പറഞ്ഞു പോയത്, അതുകൊണ്ടാണ് ആ ദുരവസ്ഥ ഉണ്ടായത് എന്ന്. ഗൗരവമുണ്ട്, ജാഗ്രത പാലിക്കുക പ്രിയമുള്ള വിശ്വാസികളെ. അറിയില്ല നമ്മളുടെ അവസ്ഥ എന്താണ്. നമ്മളോട് നന്മകൾ ചെയ്യാനും ആ നന്മകൾക്ക് പ്രതിഫലം നൽകാനും സ്വർഗം ചോദിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ മാത്രം അവകാശപ്പെട്ട, സ്വർഗം തീരുമാനിക്കുന്നതും നരകം തീരുമാനിക്കുന്നതും ശിക്ഷാരക്ഷകൾ നൽകുന്നതും അള്ളാഹുവാണ്. അതിൽ കൈകടത്തുന്ന നിലയിൽ നമ്മുടെ സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ആ വഴിയിലേക്ക് ആക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അവസാനം നമ്മളായിരിക്കും കുടുങ്ങുക എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. അപ്പൊ ആരെയും അങ്ങോട്ട് നമ്മൾ ചീട്ട് നൽകി വിടണ്ട, നമുക്കതിന് അവകാശമില്ല. ആ ചീട്ട് നമ്മുടെ കയ്യിലേക്ക് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ബാധ്യത. മറ്റുള്ളവർക്ക് ചീട്ട് കൊടുത്തിട്ട് ഞെളിയേണ്ട ആവശ്യം നമുക്കില്ല. എത്ര വ്യക്തമായിട്ടാണ് ഇത് പറയുന്നത്. കാരണം എന്താ? വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനമായി അള്ളാഹു എടുത്തു പറഞ്ഞ രണ്ട് വാക്കുണ്ട്. ഒന്ന് റഹ്മാഉ ബൈനഹും, പരസ്പരം കരുണ കാണിക്കേണ്ടവരാണ് വിശ്വാസികൾ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ സഹോദരന്മാരാണ് എന്നാണ്. ഈ രണ്ട് പ്രയോഗവും ഇരിക്കുമ്പോൾ വിശ്വാസി സമൂഹം പരസ്പരം എങ്ങനെയായിരിക്കണം, തെറ്റുകളോടുള്ള സമീപനവും തെറ്റു ചെയ്യുന്നതിനോടുള്ള സമീപനവും ഏത് രൂപത്തിലായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു സംഭവം കൂടി പറയട്ടെ നിങ്ങളുടെ മുന്നിൽ. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വളരെ സാത്വികനായ ഒരു സഹാബിയാണ്. അദ്ദേഹം വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ മനുഷ്യന്മാര് കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഒരാളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അധിക്ഷേപം കേട്ട് സഹി കെട്ടാതെ ആ മനുഷ്യൻ വല്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഈ കാഴ്ചയാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു കാണുന്നത്. അദ്ദേഹം ഈ അധിക്ഷേപിക്കുന്ന മനുഷ്യന്മാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ അധിക്ഷേപിക്കുന്ന ഈ സഹോദരനില്ലേ, ഈ സഹോദരൻ ഒരു കിണറ്റിൽ വീണ് കിടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവർ പറഞ്ഞു, അദ്ദേഹത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തും. എന്നാ പിന്നെ നിങ്ങൾ നിർത്തി ഈ അധിക്ഷേപം നിങ്ങൾ നിർത്തി മതിയാക്കി. ഇതാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ പിന്നെ എന്തിന് അദ്ദേഹത്തെ അധിക്ഷേപിക്കണം എന്നർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചിട്ട് പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഒരു മറു ചോദ്യം, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വെറുക്കാനുള്ള അവകാശമില്ലേ? ഈ തെറ്റ് ചെയ്ത ഈ അധിക്ഷേപത്തിന് അർഹനാകുന്ന മനുഷ്യനെ വെറുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണെന്നറിയോ? തെറ്റിനെ നിങ്ങൾ വെറുക്കുക, തെറ്റ് ചെയ്തവനെ നിങ്ങൾ വെറുക്കരുത്. ഇതായിരുന്നു അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇത്തിരി പ്രയാസം ഇതൊക്കെ ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എങ്ങനെയാ സാധിക്കാന്നൊക്കെയായിരിക്കും നമ്മൾ ചിന്തിക്കുക. അവർക്ക് സാധിച്ചെങ്കിൽ നമുക്കും സാധിക്കായികയൊന്നുമില്ല. തെറ്റിനെ തെറ്റായിട്ട് കാണുക, അതിനെതിരെ പറയുക, തെറ്റ് ചെയ്യുന്നവനെ ആ തെറ്റിൽ നിന്ന് മുക്തമാക്കാൻ നോക്കുക എന്നുള്ളതല്ലാതെ അധിക്ഷേപിച്ച് അവനെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റുക എന്നുള്ളതിനോട് ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം യോജിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയുക. അപ്പൊ തെറ്റിനെ വെറുക്കുക, തെറ്റ് ചെയ്യുന്നവനെ തിരുത്താൻ ശ്രമിക്കുക, അവനുമുണ്ട് അഭിമാനം എന്നൊക്കെ പറയുന്നത്. തെറ്റ് ചെയ്യുന്നവനും അഭിമാനമുണ്ട്. അവൻ അഭിമാനത്തിന് ക്ഷതം വരുത്താനുള്ള അവകാശമൊന്നും നമുക്കാർക്കുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമുണ്ട്,
വൈലുൽ ലിൽ മുതഅല്ലിമീന മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് ഇന്നാൾക്ക് സ്വർഗം ഇന്നാൾക്ക് നരകം എന്ന് സത്യം ചെയ്തു പറയുന്നവർക്ക് നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുൽ ലിൽ മുതഅല്ലീന മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നുള്ള മുതഅല്ലീങ്ങൾക്കാണ് നാശം. അപ്പൊ ചോദിച്ചു, എന്താ മുതഅല്ലീങ്ങൾ? പ്രവാചകൻ പറഞ്ഞു, അല്ലദീന യഖൂലൂന ഫുലാനുൻ ഫിൽ ജന്ന വ ഫുലാനുൻ ഫിന്നാർ, ഇന്നയാൾ സ്വർഗത്തിലാണ് ഇന്നയാൾ നരകത്തിലാണ് എന്ന് പറയലാണ് മുതഅല്ലി എന്ന് പറയുന്നത്. അവർക്ക് നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഗൗരവമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ ആരെയും സ്വർഗത്തിലേക്ക് ചീട്ട് കൊടുക്കണ്ട, നരകത്തിലേക്ക് ചീട്ട് കൊടുക്കണ്ട. നമ്മൾ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കുക. തെറ്റ് ചെയ്യുന്നവരോടുള്ള സമീപനമാണ് ഇത്ര കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്, അതുപോലെ തന്നെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്നത്. ഇതിനപ്പുറം നമുക്കൊരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുമില്ല, ആലോചിക്കേണ്ടതുമില്ല. അത് തന്നെ ആയിരിക്കണം നമ്മളുടെ മാർഗവും നമ്മളുടെ സരണിയും. സ്വന്തം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക. തെറ്റ് സംഭവിച്ചാൽ മറ്റുള്ളവർ ഉണർത്തുക, മാറ്റി നിർത്താൻ ശ്രമിക്കുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതാണ് ആ വചനം. ആ വചനം തന്നെ നിങ്ങൾ നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിച്ച മനുഷ്യനാണ്, വിശുദ്ധ ഖുർആനിലൂടെ ജീവിച്ച മനുഷ്യനാണ്. അതിനപ്പുറം വേറൊന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് പ്രവാചകനെ ഖുർആന്റെ പേരിൽ കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച മനുഷ്യനായിരുന്നുവെങ്കിൽ പിന്നെ എല്ലാം ഖുർആനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് പരിചയമുള്ള, തന്റെ സദസ്സിൽ സാധാരണ കാണാറുള്ള ഒരു പ്രമുഖ വ്യക്തി മദ്യപാനത്തിന് വിധേയനായി വരാതിരിക്കുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ ഉടൻ തന്നെ എഴുതി കൊടുത്ത ആയത്ത്, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷയെ ഭയപ്പെടുന്നവൻ അകന്നു നിൽക്കും. തെറ്റ് ചെയ്താൽ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു എന്ന ബോധം വരുമ്പോൾ അവന്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് അങ്ങേയറ്റം എത്തും, അള്ളാഹുവിലേക്ക് തിരിയും. ഈ ബോധ്യമാണ് നമ്മളെയും നയിക്കേണ്ടത്, നമ്മളെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുന്നതോടൊപ്പം തന്നെ തെറ്റ് ചെയ്ത് ജീവിക്കുന്നവരെ നന്മയിലേക്ക്, ശരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഇസ്ലാമിന്റെ സമീപനം എന്താണോ അത് മനസ്സാ വാചാ കർമ്മണ ഉൾക്കൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. തെറ്റ് ചെയ്യുന്നവരോടുള്ള ഈ മനോഭാവം പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ആരിൽ നിന്നെങ്കിലും തെറ്റ് വന്നാൽ ആ തെറ്റ് പബ്ലിക്കായി പറഞ്ഞ് അവനെ വഷളാക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ വഷളാക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ്, സൗകര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ് നമ്മളുടെ ജീവിതം. സോഷ്യൽ മീഡിയ തന്നെ വേറെ ഒന്നുമല്ല. ഏതറ്റം വരെയും അവനെ വഷളാക്കാമോ, അവനെ വഷളാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ തന്റെ സഹോദരന്റെ ഒരു തെറ്റ്, ഒരു പാളിച്ച, ഒരു പോരായ്മ, ഒരു കുറ്റം അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ നന്നാകണം എന്ന് വിചാരിച്ച് അവൻ മറച്ചു വെച്ചാൽ അതിന്റെ ഗുണം ആരാണോ മറച്ചു വെക്കുന്നത് അവന്റെ കുറ്റം പരലോകത്ത് അള്ളാഹു മറച്ചു വെക്കുന്നതാണ്. ഇതിലപ്പുറം എന്താ കിട്ടാനുള്ളത്? അതല്ലേ കിട്ടേണ്ടത്? ഒരു മനുഷ്യന്റെ തെറ്റ് ഈ ലോകം മുഴുവനും പറഞ്ഞു വരത്തി വഷളാക്കി കൊണ്ടുപോയി പരലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. അവന്റെ കയ്യിൽ നിന്ന് ആ തെറ്റ് സംഭവിച്ചു, അവനോട് പറയാം, അവനെ തിരുത്താം, അവന് ശ്രമിക്കാം.
എന്നിട്ട് അത് ചെയ്യാതെ ആ തെറ്റിങ്ങനെ ലോകം മുഴുവനും പരത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ അതൊരിക്കലും വിശ്വാസിക്ക് കരണീയമായ കാര്യമല്ല. തെറ്റ് മറച്ചു വെച്ചാൽ അതിന്റെ പ്രതിഫലം പരലോകത്ത് എന്റെ തെറ്റ് അല്ലാഹു മറച്ചു വെക്കുന്നു. ആരാണോ മറച്ചു വെക്കുന്നത് അവൻ്റെത്. പിന്നെ തെറ്റുകൾ ചെയ്യുന്നവനെ ശിക്ഷിക്കണ്ടേ? തീർച്ചയായും ശിക്ഷിക്കണം. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ശിക്ഷ കൊണ്ട് നന്നാകാൻ കഴിയണം. ചീത്തയാകുന്ന ശിക്ഷയാകരുത് പിന്നെയും പിന്നെയും. ലഹരിക്കൊക്കെ വേണ്ടി പിടികൂടപ്പെട്ടാൽ അതിന് നിശ്ചയിക്കപ്പെട്ട മാസങ്ങളോ വർഷങ്ങളോ കിടന്നിട്ട് ഇപ്പൊ ഇന്ന് പത്രത്തിലൊരു വാർത്ത വായിക്കാൻ സാധിച്ചു. ഗൾഫ് നാടിൽ ഏതോ തെറ്റ് ചെയ്തിട്ട് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവിടെയുള്ള പാവപ്പെട്ട മലയാളികളായ ആളുകൾ പൈസ സമ്പാദിച്ച് 80 ലക്ഷം രൂപ ഡെഡ് മണി കൊടുത്ത് അവിടെ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിയിട്ട് ലഹരി വിറ്റിട്ട് പിടികൂടിയത് നമ്മൾ വായിച്ചതാണ്. മാറേണ്ടത് മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സ് മാറിയാൽ എല്ലാം ക്ലിയറായി. ആ മനസ്സ് മാറണമെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട നയങ്ങളും നിലപാടുകളും കൃത്യമായി പരിശുദ്ധ ഇസ്ലാം മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ മുമ്പാകെ വെച്ചത്. അതിനപ്പുറം ഒരു മാർഗമില്ല. ഇപ്പൊ ലഹരി ചർച്ച ചെയ്യുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവരെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം, അവരെ നന്നാക്കിയെടുക്കണം, മാറ്റിയെടുക്കണം. അല്ലാതെ അവനെ പടുകുഴിയിലേക്ക് തള്ളുകയല്ല വേണ്ടത് എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു മദ്യപാനിയായ മനുഷ്യനെ കൊണ്ടുവന്നു. പബ്ലിക്കായിട്ട് അദ്ദേഹം മദ്യപിച്ചു എന്ന് അവിടെ ഇരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അവിടെ ഉള്ളവരോട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് മണത്തു നോക്കാൻ പറഞ്ഞു മുഖം. അപ്പൊ മണത്തു നോക്കുമ്പോൾ മദ്യത്തിന്റെ ഗന്ധമുണ്ട്. അദ്ദേഹം ശിക്ഷിച്ചു. ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആ കൊണ്ടുവന്ന മനുഷ്യനോട് പറഞ്ഞ ഒരു വാചകമുണ്ട്, നീ മര്യാദ കാണിച്ചില്ല, നീ നല്ല നിലയിൽ മര്യാദ കാണിച്ചില്ല. വലാ സതർതൽ ഹുർമ, അവൻ ചെയ്ത ആ തെറ്റാ നിഷിദ്ധമായ കാര്യം നീ മറച്ചു വെച്ചില്ല. പക്ഷേ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ശിക്ഷിക്കാതെ നിർവാഹമില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ടിയിരുന്നത് ഇന്നല്ലാഹ അഫ്വുൻ യുഹിബ്ബുൽ അഫ്വ, അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ പുറത്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നു. അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യണം. ഇത് നീ ഓർത്തില്ല എന്ന് ആ മനുഷ്യനോട് പറഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പിൽ വരുത്തിയതിനു ശേഷം പറഞ്ഞ സംഭവം നമുക്ക് വായിക്കാൻ കഴിയും. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ തെറ്റുകളോടുള്ള സമീപനത്തെ കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളുണ്ട്. കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളുടെ മുന്നിൽ ഇത്തരം നമ്മളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ഇതുപോലെയുള്ള ചിന്തയ്ക്ക് വിഷയീഭവിക്കാൻ നാം തയ്യാറാവുക. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്തേക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രോഗങ്ങളും രോഗഗ്രസ്തരായവരും ഒരുപാട് പേര് നിത്യേന എന്നോണം നമ്മൾ കേൾക്കുകയാണ്. അതിൽ നമ്മളുമായി അടുത്ത് ബന്ധമുള്ള നമ്മളെ അറിയുന്ന പലരുമാകുമ്പോൾ അത് നമുക്ക് വല്ലാതെ വേദനയുണ്ടാകും. നമ്മുടെ വടുതലയിലുള്ള പണ്ഡിതനും സഹപ്രവർത്തകനുമായ മക്കാർ മൗലവി, ഈ മിമ്പറിൽ അദ്ദേഹം കുത്തുബ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. കുറച്ച് ദിവസമായ അദ്ദേഹത്തിന് സുഖമില്ലെന്നറിഞ്ഞു. ഇന്നലെ വൈകുന്നേരം പോയി കണ്ടു. ഒരല്പം സമാധാനമായി എന്ന് തോന്നി വന്നാണ്. പക്ഷെ ഇപ്പൊ അല്പം മുമ്പ് ഫോൺ വന്നിരിക്കുന്നു, അദ്ദേഹത്തെ ലേക്ക് ഷോറിൽ വീണ്ടും അഡ്മിറ്റ് ചെയ്തു, ICUയിലാണ് എന്നറിയാൻ കഴിയും. നല്ല ഒരു പണ്ഡിതനാണ്. നാക്ക് ഒരുപാട് തൗഹീദിന് വേണ്ടി വിനിയോഗിച്ചു. നാക്കാണ്. അടുത്ത നല്ല ബന്ധമുള്ള ആളും. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുകയും പൂർണ്ണാരോഗ്യവാനായി വീണ്ടും തൗഹീദി പ്രബോധന രംഗത്ത് സജീവമാകുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. മറ്റൊന്ന്, നമ്മുടെ താജു NKPയിൽ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനും സഹോദരിയും ഒരുപോലെ പ്രയാസകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ രണ്ടാളുടെയും രോഗം ശിഫയാക്കി കൊടുക്കുകയും അതല്ല മറ്റൊന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഖിബത്ത് നന്നാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മളുടെ റിയാസ് അഹമ്മദ് സേഠിന്റെ മാതാവ് രോഗശയ്യയിലാണ്, ചികിത്സയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും സിഹത്തും ആഫിയത്തും പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് പിടിപെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഇന്നത്തെ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട പനി അങ്ങനെ രോഗമൊക്കെ പിടിപെട്ട് ഒരുപാട് പേർ ആശുപത്രിയിലുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളെ അകറ്റി കൊടുക്കുമാറാകട്ടെ. വേദനകളെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.